ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 2-3 ദിവസത്തെ ക്ലിപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അത് പനി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കോലമാണ് കേട്ടോ. ഞാൻ മാസ്ക് വെച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൂൽ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവരും ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഇനി ഉൾപ്പെടുത്താം. സ്റ്റെനിയാസ് കിച്ചൺ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേരെന്നെങ്കിലും കുക്കിംഗ് വളരെ കുറവാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോസിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സുഖിയൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറുപയർ ഒന്ന് വേവിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട്, അതായത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അത് വറ്റിച്ച് കളയണം. നമ്മൾ ചെറുപയർ നന്നായിട്ട് പാനിലിട്ടിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ തേങ്ങ നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങ പൊടിയാണ് ഉപയോഗിക്കാറ്. തേങ്ങ മിക്കപ്പോഴും കടകളിൽ നിന്ന് മേടിക്കുമ്പോഴേ നമുക്കതിപ്പോൾ പൊട്ടിച്ച് നോക്കിയിട്ട് മേടിക്കാൻ പറ്റില്ലല്ലോ. കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ മുഴുവനായിട്ട് മേടിച്ചിട്ട് പിന്നെ വന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ ഫുള്ള് കേടാ. പിന്നെ തിരിച്ചു കൊടുത്താലും അവർ മേടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിയാണ് മേടിക്കാറ്. പൊടി മേടിക്കുന്നത് അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് അപ്പയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ രീതിയിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒഴിച്ച് നന്നായിട്ട് അത് കുഴാന്ന് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കും പ്രത്യേകത. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ചെറുപയറും തേങ്ങയും ശർക്കരയും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയ്യിലിങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുളയാവുന്ന രീതിയിൽ ആ പാകത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. നമുക്ക് മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാചകം ഡുഡു ആണ്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവനിങ്ങനെ നോക്കി നിൽക്കും, അവനത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചില അമ്മമാരൊക്കെ പറയും കുട്ടികളങ്ങനെ അടുപ്പിൻ്റെ അവിടെ നിർത്തുമ്പോഴൊക്കെ സൂക്ഷിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളങ്ങനെ എല്ലാത്തിലും നമ്മൾ പേടിച്ചുകൊണ്ട് വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്. അതുപോലെ അവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ഉരുള ഉരുട്ടാണ് കേട്ടോ നമ്മുടെ ചെറുപയർ വെച്ചിട്ട്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്. ഞാനിങ്ങനെ സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും എളുപ്പമാണ്. അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും നമുക്ക് ചേർക്കാനില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബൗളുകളാക്കിയിട്ട് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ബാറ്ററിനകത്തേക്ക് ഇട്ട് അത് നന്നായിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം. നന്നായി മുക്കി പൊരിക്കണം എന്നാണ് പറയുക. പക്ഷെ ഞാനങ്ങനെ മുക്കി പൊരിക്കാറില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് എണ്ണ, അതായത് സൺഫ്ലവറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതിൽ വേണമെങ്കിൽ ആക്കാം. അപ്പം ഞാൻ അധികം കൊണ്ട് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഡൂഡ് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ പനി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ ഒരു 3-4 ദിവസം എനിക്ക് എണീക്കാൻ പറ്റാതെ വളരെയധികം ദയനീയമായിട്ടൊരവസ്ഥയിലായിരുന്നു ഞാൻ കടന്നു പോയിരുന്നത്. അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം മരിക്കാമെന്നൊക്കെയുള്ളൊരു ചിന്ത വന്നിരുന്നു. അത്രയും എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ വണ്ണം കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും, ഭയങ്കര ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ നമുക്ക് ശാരീരികമായിട്ടുള്ള കുറേ പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ വണ്ണം വരുന്നത്. പക്ഷേ ചിലരുടെ ചോദ്യങ്ങളൊക്കെ, അതായത് നമ്മളെ കാണുമ്പോൾ ഇതെന്താ കഴിക്കുന്നത്, ഇത്രയധികം വണ്ണം വെക്കാൻ, ഇതെന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതായത് എന്താണ് അത് മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരാളെ അങ്ങനെ കളിയാക്കാറില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ പറയാറുണ്ട്, ഇപ്പം എന്നെ ട്രോളാൻ ഞാൻ മാത്രം മതി എന്നുള്ള രീതിയിലാണ്.
പക്ഷേ മറ്റുള്ളവർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. പണ്ടൊന്നും ഞാൻ പ്രതികരിക്കില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അയ്യോ അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ എന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഹോർമോൺ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വണ്ണം വെച്ച് വരുന്നത്. ഞാനിങ്ങനെ വണ്ണമുള്ള ഒരു വ്യക്തിയേ അല്ലായിരുന്നു. സാധാരണ നോർമലായിട്ടുള്ളൊരു വണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ പനി വരുമ്പോൾ വണ്ണമുള്ളവരും വണ്ണമില്ലാത്തവരൊന്നും പനിക്ക് അറിയില്ലല്ലോ. പക്ഷേ നമ്മുടെ ശരീരം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സുഖിയൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവന് നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മളിങ്ങനെ, അവന് പാചകം ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് അവൻ്റെ അപ്പൻ ഷെഫും കൂടി ആയതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട. അവന് പാചകത്തിലൊരു അതൊക്കെ ഭയങ്കര സംഭവമാണല്ലോ. അതായത് നമ്മുടെ അച്ഛനമ്മമാരെ കഴിവുകളൊക്കെ നമുക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ലക്കാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഭയങ്കര മാജിക്കലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ പോളിയും പീളിയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എന്തിനോ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ സുഖിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ പറയുക, നമ്മുടെ വളർന്നു വരുന്ന യൂട്യൂബറുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. അവൻ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കിങ്ങനെ വലിച്ചു വാരിയിട്ട് കാണിക്കുന്ന പണിയൊന്നും എനിക്കിത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അതായത് അടുക്കളയിൽ കയറിയിട്ട് കണ്ണി കണ്ടോണൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഭദ്രകാളിയാവും എന്ന് പറഞ്ഞാൽ അമ്മാതിരിയാവും. അപ്പോൾ സുഖേന ഓരോന്നും അവൻ ശ്രദ്ധിച്ച് എൻ്റെ ഒരു ക്യാരക്ടർ ചെറുതായിട്ട് അവനും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടുകൊണ്ടാണ് ചെയ്തിരുന്നത് കേട്ടോ. എന്നാലും അവനങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ് ഉള്ളത് കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പനിയൊക്കെ എന്താ പറയുക കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് അപ്പം 2 ദിവസം ലീവിന് വന്നിരുന്നു. അപ്പോൾ വന്ന് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോകാനായിട്ട്, അതായത് ഞങ്ങളെയും കൊണ്ട് ഞങ്ങളുടെ മൈൻഡൊന്നും മാറാൻ വേണ്ടിയിട്ട് കേട്ടോ, അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിന് ശേഷം എന്താ പറയുക, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ ലാസ്റ്റ് നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഓരോരോ സുഖിയനും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഈ നല്ല സുഖിയ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, ഇത് വറക്കണ നമ്മൾ ഫോണിൽ കണ്ടതാണ്. ഇനി കഴിച്ചു നോക്കുമ്പോൾ എന്താ സീനാവും. ഇത് ചൂടുണ്ട്. നമ്മളെന്നാ മഴയത്ത് കട്ടൻ ചായ കുടിക്കുന്ന നേരത്ത് മഴയത്ത് നല്ല തണായപ്പം നല്ല സൂപ്പർ ഷെഫ് വർത്താനം പറഞ്ഞതിന്റെ ഇടയിൽ ഷെഫ് അങ്ങോട്ട് ഓടണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോയിലല്ല, വീട്ടില്. ഓക്കെ, അങ്ങനെ സുഖിയനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതൊരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വയ്യാത്തത് കൊണ്ട് ലീവ് എടുത്ത് വന്നു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് അപ്പോൾ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളെയും കൊണ്ട് പുറത്തൊന്ന് ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന സമയം അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പനിയായിട്ട് ഇനിയിപ്പോൾ കഞ്ഞിയും ചമ്മന്തിയും കുടിക്കണ്ട. പക്ഷേ എനിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമുക്ക് കഞ്ഞിയും ചമ്മന്തി അല്ലേ വേണ്ടു. പക്ഷെ ഡുഡുവിന് ചിക്കൻ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കിഴക്കേ കോട്ടയമേ ഓവൻ ഷവായി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച്, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പയ്ക്ക് പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ വരുമ്പോൾ അവിടുത്തെ ടേസ്റ്റുകൾ, അതായത് പുതിയ പുതിയ ടേസ്റ്റുകൾ ഷെഫ് ആയതുകൊണ്ട് തന്നെ
അത് എന്താ പറയുക ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോയത്. കുഴപ്പമൊന്നുമില്ലാത്ത ആംബിയൻസ് ആയിരുന്നു, നന്നായിരുന്നു. ഫുഡ് ഞാൻ പറയാം, പിന്നീട് പറയാം. അപ്പോൾ അവർ അപ്പനും മോനും ഇങ്ങനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഇങ്ങനെ ഇരിക്കോ എന്താ പറയുക ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പയാണെങ്കിലും അപ്പ ദേഷ്യപ്പെടും ഒക്കെ ചെയ്യൂട്ടാ. നിങ്ങളിങ്ങനെയൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ചുമ്മാ ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നത് കാണാം. ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ കൂടുതലും ഭയങ്കര ക്ഷമയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് അപ്പയ്ക്ക് ഭയങ്കര ക്ഷമയാണ്. പിന്നെ ക്ഷമയില്ലാത്തത് എനിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഓവൻ ഷവായിയുടെ ഒരു എന്താ പറയുക ഉൾഭാഗം. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല സത്യത്തിൽ. വേറെ ഒന്നും കൊണ്ടല്ല, അതിപ്പോൾ ഞങ്ങൾ രാത്രിയാണ് പോയത്. അവർ രാവിലെ ഒക്കെ ആക്കി വെച്ചിരിക്കുന്ന മസാല ആയതുകൊണ്ടായിരിക്കണം ഒരു പച്ച ടേസ്റ്റ് ആയിരുന്നു. റീൽസിലൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ ഔട്ട്ലെറ്റ് തൃശ്ശൂരൊക്കെ വരുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കാണുമ്പോൾ ഞാൻ അപ്പയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മുടെ അതായത് ലീവിന് വരുമ്പോൾ നമ്മൾ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയതാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നു, ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവിടെ മന്തി, പിന്നെ പല ടൈപ്പ് ഷവായി, അൽഫാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റ് വളരെ ചെറുതായിരുന്നു. ഞാൻ പിന്നെ മെലിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത് സെറ്റ് ആവുണ്ടായിരുന്നില്ല. പിന്നെ അതിങ്ങനെ വല്ലാണ്ട് കുണ്ടുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാനത് വലിച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്നുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഞാൻ കഴിച്ചു നോക്കണതാണ് എനിക്ക് എത്തുമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര വിഷമമാണ്. പ്രത്യേകിച്ച് ഡുഡുവിനും അതാട്ടോ. അപ്പോൾ അവൻ്റെ തലയിൽ കെട്ടിയിരിക്കുന്നത് അപ്പയുടെ ഒരു സുബിൻ സാറ് മേടിച്ചു കൊടുത്ത എന്താ പറയുക ഒരു തൊപ്പിയാണ്. അത് അവന് 1 വയസ്സിൽ മേടിച്ചു കൊടുത്താണ്. പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങൾ ഊട്ടിയിലേക്ക് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അവനോട് പറയാണ്, 1 വയസ്സിൽ നിനക്ക് മേടിച്ച് തന്നതാണ്, ഇപ്പം നിനക്ക് 7 വയസ്സാവാനോ പോണേന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫുഡ് വന്നു. മന്തി, പിന്നെ ഷവായി, പിന്നെ വേറെ എന്തോ സംഭവമൊക്കെ മേടിച്ചായിരുന്നു. എനിക്കറിയില്ല സത്യത്തിൽ അതിൻ്റെ പേരൊന്നും. അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു. പക്ഷെ ടേസ്റ്റ് വളരെ മോശമായിരുന്നു കേട്ടോ. നമ്മൾ റീൽസിൽ അതിലൊക്കെ കാണുന്ന പോലെയൊന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു പച്ച കളറിൽ മസാല, അതെനിക്ക് തോന്നുന്ന പച്ചമുളക് അരച്ചിട്ടൊക്കെ ചെയ്ത ഒരു മസാലയാണ്. പക്ഷെ അത് വൈകുന്നേരം ആയപ്പോഴേക്കും അത് എന്താ പറയുക മസാല ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഫുഡ് ബാക്കി വെച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഫുഡ് കളയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളന്ന് കഴിക്കാതെ ബാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. സത്യം പറഞ്ഞാൽ ഓണസ്റ്റായിട്ട് പറയുകയാണ്, സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല. അപ്പോൾ അവന് പിന്നെ ചിക്കൻ ഇഷ്ടമായത് കാരണം അവന് അതിലേരു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മസാല ഞങ്ങൾ പരമാവധി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ അതായത് ചിക്കൻ കഴിക്കാൻ ശ്രമിച്ചത്. പിന്നെ നമ്മൾ ഈ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും അറിയണ്ടായിരുന്നില്ല ചിക്കനാണ് എന്താണെന്നൊന്നും. എന്നാലും ഞാൻ കഴിച്ചു, കുറച്ചെങ്കിലും ഞാൻ കഴിച്ചു. അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് വെച്ച് കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ചിക്കനൊക്കെ കാണാനായിട്ട്. പക്ഷേ അതിൻ്റെ മസാല ഇനിയിപ്പം ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ബാഡ് ലക്ക് ആയിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാത്രമാണോ ഇങ്ങനെ പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കുറച്ച് നേരം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാറ്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്തിങ്ങനെ ഇരുന്നു. അതിനുശേഷം എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമായിരുന്നു എനിക്കൊരു കുനാഫ കഴിക്കണം എന്നുള്ളത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരില്ലേ. അപ്പോൾ പനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക എനിക്ക് കുനാഫ കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പ എന്നോട് പറഞ്ഞു വേണ്ട സുട്ടു മധുരമാണ് എന്നൊക്കെ കുറേ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കതൊന്ന് കഴിച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോയാൽ എനിക്കത് ഭയങ്കര വിഷമമായി പോകും. കുനാഫ കഴിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ കുനാഫ കഴിക്കാനായിട്ട് പോയിട്ടാണ്. ഇത് ഓവൻ ഷവായിയുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇതാണ് കുനാഫ. കുനാഫയിൽ നമ്മൾ ചീസ് ക്രീം അങ്ങനെയുള്ള ഒരു കുനാഫ, ചെറിയൊരു കുനാഫയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും അങ്ങോട്ട് ശരിക്കും കൂടെ ആ ടേസ്റ്റ് എനിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. നമുക്ക് പനിയായത് കാരണം വായിൽ ടേസ്റ്റൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. പിന്നെ
പിറ്റത്തെ ദിവസം അപ്പ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും ടുടുവിൻ്റെയും വോൾട്ടേജ് മുഴുവൻ പോകും കേട്ടോ. അപ്പം ഞങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് അപ്പം ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കലാരൂപങ്ങളാണ് യൂട്യൂബ് എന്താ പറയുക ബ്ലൂടൂത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുക, ഡാൻസൊക്കെ കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് എന്താ പറയുക സത്യം പറഞ്ഞാൽ അപ്പം പുറത്ത് തൃശ്ശൂരിക്കോ അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെ എവിടെയാണെങ്കിൽ പോവാന്ന് നമ്മുടെ അടുത്തുനിന്ന് പോവാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അപ്പനും മോനൊക്കെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഡൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പ പോവണ്ട. ഞാനും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് പോവണ്ടെന്ന്. പക്ഷേ അപ്പേനെ സംബന്ധിച്ച് ജോലിക്ക് പോയല്ലേ പറ്റൂ. അപ്പോൾ കുറച്ച് സമയം ഞങ്ങളുടെ കൂടെയൊക്കെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് എന്താ പറയുക ഞങ്ങളെ ഹാപ്പി ആക്കിയതിന് ശേഷം അപ്പം തിരിച്ച് കോഴിക്കോട് പോകണം. അപ്പോൾ പോകുന്നേക്കാൾ മുന്നേ ഞാൻ അപ്പയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അപ്പയ്ക്ക് അപ്പോൾ അതൊക്കെ എന്താ പറയുക ഉണ്ടാക്കി ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോർക്ക് കിട്ടില്ല, അവിടെ കൂടുതലും ബീഫാണ് കിട്ടുക. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നല്ല തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി വരട്ടിയിട്ട് പോർക്ക് ഞാൻ കൊടുത്തയച്ചു. ഇതുണ്ടാക്കുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഊഹം വെച്ച് അങ്ങോട്ട് ഉണ്ടാക്കി, കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചു കേട്ടോ. അങ്ങനെ അപ്പം തിരിച്ച് കോഴിക്കോട് പോവാണ്. വണ്ടിയൊക്കെ എടുക്കുകയാണ്. കഴുത്തിൽ എന്താ പരമശിവൻ്റെ പോലെ പാമ്പ് ഇട്ടിരിക്കുകയാണോ എന്ന് വിചാരിക്കേണ്ട, അത് ബാഗ് കെട്ടാനുള്ള വള്ളിയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയും പുറത്തിറക്കി വെച്ചു. ഇനി അപ്പയ്ക്ക് കൊണ്ടുപോകാനുള്ള പൊതിച്ചോറൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടം അങ്ങനെ പോകുമ്പോൾ കൊടുക്കാനായത്. നാളെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഫുഡ് അവിടെ കിട്ടില്ല. അപ്പോൾ അപ്പം ബാഗൊക്കെ പാക്ക് ചെയ്ത് അപ്പോൾ എന്താ പറയുക തിരിച്ച് കോഴിക്കോട് പോയി. ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അപ്പം പോവാന്ന് പറഞ്ഞാൽ ആ രംഗം ഞങ്ങൾക്ക് ആലോചിക്കാൻ ഭയങ്കര ഒരു വിഷമമാണ്. പക്ഷെ എന്നാലും നമ്മുടെ അവിടെ ഒക്കെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ, ദൈവം അനുഗ്രഹിച്ച് കിട്ടുകയാണെങ്കിൽ തിരിച്ച് തൃശ്ശൂർക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ ട്രാക്കിലേക്ക് എത്തി ഡുഡോനോ സ്കൂളിലേക്ക് വിടാനായിട്ട് നമ്മൾ എന്താ പറയുക വന്നു. ഞങ്ങളുടെ പനിയൊക്കെ മാറി കുറവായിട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ഡുഡോനോ സ്കൂളിലേക്ക് വിടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.